ജൈവ കൃഷി എത്രത്തോളം സാധ്യമാണ്? സംശയങ്ങൾ ഒരുപാട് പറയാറുണ്ട് പലരും. എന്നാൽ സാധ്യമാണ്, നല്ല നിലയിൽ തന്നെ. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. വയനാട്ടിൽ വള്ളിയൂർക്കാവിനടുത്ത് കമ്മനയുണ്ട്. കമ്മനയിൽ നമ്മുടെ ജോണേട്ടനുണ്ട്. സ്വന്തം കൃഷി രീതികളാണ്, സ്വന്തം മാർഗങ്ങളാണ്. എങ്ങനെ ഒരുപാട് കൃഷികൾ കുറച്ച് സ്ഥലത്ത് നന്നായി ചെയ്യാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആളാണ് ജോണേട്ടാ. സ്വന്തം രീതികളാണ്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ നിങ്ങൾ പലേക്കർ മോഡലാണോ എന്നൊക്കെയാണ് വിചാരിച്ചത്. അല്ല എന്താ പശുക്കളിൽ തുടങ്ങണു അല്ലേ? അതെ അതെ. പക്ഷേ ഇത് സാധാരണ എല്ലാവരും നാടൻ പശുക്കളാണല്ലോ ഉണ്ടാവാറ്. അത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ജൈവ കൃഷിക്ക് നാടൻ പശു വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് അപ്പം നമ്മൾ നാടൻ പശുവിനെ വളർത്തി, നമ്മളതിൻ്റെ ഒരു കുറ്റം പറയല്ല, ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പശുവിൽ നിന്ന് വേറെ പാല് അങ്ങനെയുള്ള ഇതുമായിട്ടൊന്നുള്ള യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊരു വിദേശ ബ്രീഡ് പശുക്കളെ വളർത്തിയാലും നമുക്ക് ഈ കാര്യം സാധ്യമാണ് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 2018 നമ്മുടെ തൊഴുത്തിൽ തന്നെ ഉണ്ടായ പശുവാണ്. ഈ പശുക്കളെല്ലാം എൻ്റെ തൊഴുത്തിൽ തന്നെ ജനിച്ചു വളർന്ന പശുക്കളാണ്. പുറത്തുള്ള വിദേശ ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് പറ്റില്ല, പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരും, അങ്ങനെയൊക്കെ പലരും പറയാറ്. ഇതാകുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ജനിച്ചു വളരുമ്പോൾ പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ ജനിച്ചു വളർന്ന് നമ്മുടെ പറമ്പിൽ പുല്ലുകൾ, നമ്മുടെ പരിചരണം, അങ്ങനെ നമ്മൾ പശുക്കൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അത്യാവശ്യം അഴിച്ചുവിട്ട്, ഇപ്പോൾ സാധാരണ പശുക്കളെയൊക്കെ വലിയ ഫാമുകാരൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് വെറും ഒരു ഇരുട്ടറയിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ പശുക്കളാകുമ്പോഴേക്കും 2ാം ജനറേഷൻ ആകുമ്പോൾ പ്രശ്നമില്ലാണ്ട് കിട്ടി. ഫസ്റ്റ് ജനറേഷനാണ് ഇത് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഇതൊരു 4ാം ജനറേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു പ്യുവർ ബ്രീഡിലേക്ക് വരും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളുടെ അതേ കണ്ടീഷനിൽ തന്നെ ഇവിടെ കിട്ടും. അല്ല, പാലുൽപാദനം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ എത്ര സ്ഥലമുണ്ട്? ഇവിടെ എനിക്ക് 2 ഏക്കർ സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ 2 ഏക്കർ സ്ഥലത്ത് മുഴുവൻ എല്ലാം മിക്സഡ് ആയിട്ടുള്ള കൃഷികളാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശുവിനെ വളർത്തുന്നത്. പാല് വിറ്റിട്ടല്ല ഞാൻ ഇതിൽ നിന്നല്ല. പക്ഷേ പാല് ഇപ്പോൾ 40 ലിറ്റർ പാലോളം ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പശുക്കൾ ഇപ്പോൾ ചെനയായിട്ട് നിൽക്കുന്നുണ്ട്. 2 ഇപ്പോൾ അടുത്ത് പ്രസവിച്ചതാണ്. ഇതിപ്പോൾ അമ്മയും മോളുമാണ്. ഇതിൻ്റെ ഒരു 3ാമത്തെ കുട്ടിയാണ് അത്, റൊണാൾഡോ എന്ന് പേരാണ്. അതെ അതെ അതെ. അത് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇപ്പോൾ തന്നെ കിട്ടും. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ABS ചാമ്പ്യൻ, ഏറ്റവും മിൽക്ക് കിട്ടുന്നത്. അത് USA. അത് നമുക്ക് നെറ്റ് കിട്ടും. അതിൻ്റെ അത് അപ്പുറത്താണ് ജർമ്മൻ, അവിടെ ആ കിടക്കുന്നത്. അത് നമ്മുടെ KLD ബോട്ടിൻ്റെ ഇറക്കുമതി ചെയ്ത സെവനാണ്. ഇവിടെ തീറ്റ പ്രത്യേകിച്ച് വേറെ എങ്ങനെയാ? ഇതിൻ്റെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഉൽപ്പാദനം കൂടിയ പശുക്കളാകുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ തീറ്റകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കൊടുക്കുന്ന ഈ കാട്, അല്ലെങ്കിൽ ഈ കാട്ടുപുല്ല്, അതിന് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള പുല്ലാണ്. അത് കാരണം എന്ന് പറയുന്നത് നമ്മളത് ജൈവ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാ പോഷകങ്ങളും എൻ്റെ പറമ്പിലുള്ള കാടുകൾക്ക് കംപ്ലീറ്റ് ഞാൻ അങ്ങനെയുള്ള പോഷകങ്ങൾ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പശുക്കൾക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ പാലോൽപാദനം കൂടുന്നുണ്ട്, അതിൻ്റെ ചാണകത്തിൻ്റെ കളർ വരെ മാറുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയും ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ ഈ നാടൻ പശുക്കളുടെ ചാണകം, മൂത്രം, അതിനൊക്കെ ഒരു പ്രത്യേക ഗുണമുണ്ട്. ആ ഗുണം ഇതിന് മൊത്തം കിട്ടിയില്ലെങ്കിലും മോശം ഉണ്ടാവില്ല. മോശം. പക്ഷെ അത് നാടൻ പശുവിന്റെ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ചാണകം, മൂത്രം മോശമാണെന്നല്ല ഞാൻ. അതിനകത്ത് ബാക്ടീരിയകൾ കൂടുതലുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാണകം കൊണ്ടുവന്നിട്ട് അപ്പാടെ അങ്ങനെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഏകദേശം 5-6 മാസം മണ്ണിൽ ഉറങ്ങാൻ അനുവദിച്ചതിന് ശേഷമാണ്, അത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ചെടികൾക്ക് നൽകുന്നത്. ജീവാമൃതം അല്ലെങ്കിൽ പഞ്ചഗവ്യം ഉണ്ടാക്കി നമ്മൾ ചെടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ റിസൾട്ടാണ്. പക്ഷെ അത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ഇളക്കണം, അങ്ങനെ കോരി ഒഴിക്കണം, അതിനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതിന് ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മൂത്രം, അതുപോലെ തന്നെ തൊഴുത്ത് കഴുകുന്ന വെള്ളം, പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം, ഇതെല്ലാം കൂടെ ഞാൻ അവിടെ ഒരു ടാങ്കിൽ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു മോട്ടർ, നമ്മൾ സ്ലറി മോട്ടർ ഇട്ട് വെച്ചിരിക്കുക. ഇത് ചെടികൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കമ്പോസ്റ്റാണ് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കുന്നത്. കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നു, അല്ലാതെ നമ്മൾ ഉണക്കച്ചാണനോ പച്ചച്ചാണനോ അങ്ങനെയുള്ള സാധനങ്ങൾ ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പൊതയിടുന്നു, എന്നിട്ട് ഇത് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കവിടെ അത്ര വലിയൊരു അധ്വാനം വരുന്നില്ല.
ഇപ്പം എനിക്കിവിടെ ഒറ്റ പണിക്കാരില്ല, ഞാനും വൈഫുമാണ് ഇവിടെ. അല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളും എൻ്റെ വൈഫും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പണിക്കാരെ വെക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നല്ല ഹെവി വെയിറ്റ് ഉള്ള പശുക്കളാണ്. ഇപ്പോൾ ഇതുങ്ങളുടെ കാലും കൈയൊക്കെ എല്ലാ ദിവസവും ചലിക്കണം, വ്യായാമം വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, സാധാരണ ഒരു പശുവിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനാകെ കിട്ടുന്ന ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ കിടക്കുക, എഴുന്നേൽക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ മുട്ടിന് വേദനയായും ഈ ഒന്നാമത് ബോഡി ഭാരം കൂടുതലേ. അപ്പോൾ ഈ പശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായിട്ട് വിട്ട് കഴിയുമ്പോൾ ഇതിന് ഒരു ടെൻഷനും ഇല്ലാതെ പശുക്കൾക്ക് പോകാനും പറ്റും. അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റം നമുക്ക് തന്നെ കയറാൻ ബുദ്ധിമുട്ട്. ഞാൻ വേണമെങ്കിൽ അവിടെ കാണിച്ചു തരാം സ്ഥലം, പശുവിനെ വേണമെങ്കിൽ കയറ്റി കാണിച്ചു തരാം. കുത്തനെ കയറ്റം വരെ ഈ പശു ഇങ്ങനെ കയറി വരും, കുത്തനെ കയറി വരും. അത് ഈ ഹെവി വെയിറ്റ് ഉള്ള പശു കുട്ടിക്കാലം തൊട്ട് ശീലിച്ചുകൊണ്ടാണ്. അതല്ല, ഇതിന്റെ ആരോഗ്യം അത്ര മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പശുവിനെയാണ് നമ്മൾ എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള മൂക്കയറൊക്കെ ഇട്ട് നമ്മൾ തൊഴുത്തിൻ്റെ ഉള്ളിൽ തളച്ചിടും. ഇതിന്റെ A2 മിൽക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വരുന്നത്. അത് പക്ഷേ ഇവിടെ ഇല്ല, അങ്ങനെയുണ്ടോ? ഉണ്ട്. ഇപ്പം ഈ പശു അതും ആ കിടാവും, ഇത് ABS പ്രീറ്റ്, അത് ABS ചാമ്പ്യൻ. ഇത് രണ്ടും A2 മിൽക്ക് കിട്ടുന്ന വിദേശ ഇനം. അത് HF ആണ്, ഇത് ജേഴ്സിയാണ്. കിട്ടുന്ന അതിന്റെ കുട്ടിയാണ്. തള്ളപ്പശു മാത്രമേ നമ്മുടെ പശു ഉള്ളൂ. ബാക്കി സെമൻ വിദേശ സെമനാണ്. അപ്പൊ അങ്ങനെ ഒരു ഏകദേശം ഒരു 4 തലമുറ കഴിയണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. തലമുറ കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിട്ടുള്ള ഉൽപാദനത്തിലേക്ക് എത്താം. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കുട്ടികളെ, ഇപ്പോൾ വിദേശത്ത് എന്നൊക്കെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് അവിടെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റൂലല്ലോ. അതിനാണ് മനുഷ്യർക്ക് സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഇതൊരു വിഷയമല്ല, പക്ഷെ പശുക്കൾക്ക് വലിയ പ്രശ്നമാണ്. എന്താ മൂടി വെച്ചാണ്? ഇത് കമ്പോസ്റ്റാണ്. ഇതാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൈ കൊണ്ട് നമുക്ക് എടുക്കാം. ഇതിൽ സ്മെല്ലില്ല, കൈയിന്റെ മേലെ പറ്റുമില്ല. ഇത് നമ്മുടെ പച്ചച്ചാണകം ഇതുപോലെ തന്നെ ഒരു 6 മാസം കാലയളവ് എടുത്തിട്ടാണ് ഇത് ഈ രൂപത്തിലേക്ക് മാറി വരുന്നത്. ഈ കൃഷിയിലേക്ക് ഞാൻ വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ പറമ്പിൽ വളരുന്ന 1-2 ചെടികൾ, 1-2 ചെടിയല്ല, ഒരുപാട് ചെടികൾ, അത് ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഈ ഒരു ഇലയിലൊക്കെ ഒരു സ്മെല്ലുണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തകര, തുമ്പ, ഇതിനൊന്നും ഒരു കീടങ്ങളും ആക്രമിക്കുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഞാനിവിടെ പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെടികളിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കപ്പെടുകയും ഇത് കീടങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ കീടങ്ങൾ ആക്രമിക്കുന്നില്ല. അമ്പളേച്ചി ഇങ്ങോട്ട് വന്നേ. അമ്പളേച്ചി, ഇത് പറയേണ്ടതൊക്കെ ശരിയാണോ? പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടോ? അതൊരു വാഴക്കല പഴുത്ത ചിലപ്പോ പറയാം, അത് വെട്ടാൻ പറഞ്ഞാൽ പറയാം അത് വെട്ടണ്ട, അത് പക്ഷികൾ തിന്നോട്ടെ, തിന്നോട്ടെ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം പറയുന്നത് ശരിയാണ്. അതെ, അത് കാരണം നമുക്ക് നിങ്ങൾ പറയുമ്പോഴേ ഒരു വിശ്വാസമുള്ള ഒരാൾ കൂടി പറയണല്ലോ. അതായത് എനിക്ക് എൻ്റെ പറമ്പിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം എനിക്ക് 0 ബഡ്ജറ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 0 ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് നമ്മൾ കണക്ട് ചെയ്യുക പല ഏക്കറുമായിട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു രീതി ഡെവലപ്പ് ചെയ്യുക. അതെ, പശു വളർത്തൽ എന്ന് പറയുമ്പോൾ ഈ പശുവിന്റെ ചെലവ്, കുടുംബത്തിന്റെ ചെലവ് എല്ലാം പശുവിന്റെ പാല് വിറ്റിട്ട് നമുക്ക് കിട്ടും. ബാക്കി നമുക്ക് ഒന്നും ബാക്കി വെക്കാനുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പശുവിന്റെ മൂത്രം, ചാണകം, ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റൊക്കെ ടൺ കണക്കിന് കമ്പോസ്റ്റ് ഉണ്ടാക്കി കാട് വളരുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എൻ്റെ പശുക്കൾക്ക് തീറ്റ വേണം. ഒരു വർഷത്തിലൊക്കെ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുവാണെങ്കിൽ കാട് സാധാരണ ഒരു 4 തവണ വെട്ടാനേ കിട്ടുള്ളൂ. ഇതെനിക്ക് 7 തവണ ഒരു വർഷത്തിൽ ഈ കാട് വെട്ടാൻ കിട്ടും. അതാണ് അത് നേരെ പശുക്കൾക്കെത്തും. പശുക്കൾ അത് ഭക്ഷിച്ച് ചാണകമായിട്ട് അത് കമ്പോസ്റ്റ് ആയിട്ട് ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. തൊഴുത്തിൽ നിന്നും പുറന്തള്ളുന്ന ചാണകം ഇവിടെ കൊണ്ടുവിടും. അല്ലെങ്കിൽ ഇതുപോലെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അവിടെ നിന്ന് വരുന്ന ചാണകം ആ കുഴിയിലേക്ക് വരും. എന്നിട്ട് അത് ഇതുപോലെ ഇവിടെ കോരിയിട്ടിട്ട് വെറും സിമ്പിൾ ടെക്നിക്ക്, വെറും മണ്ണിൽ ഇത് കോരിയിട്ടിട്ട് ഇതേപോലെ 250 GSM ഷീറ്റ് ഇട്ടിട്ട് മൂടുക. ഈ ഷീറ്റ് വേണം, അല്ലെങ്കിൽ ഇത് മുഴുവനും ചൂട് വന്നിട്ട് ഈ സാധനം പോവും. ഇങ്ങനെയുള്ള കമ്പോസ്റ്റ്
ഇതാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും ഉള്ളതുകൊണ്ട് ചെടി നല്ല തഴച്ച് വളരുകയും അതുപോലെ തന്നെ നല്ല കായ്ഫലം, നന്നായിട്ട് പൂക്കളും എല്ലാം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത് വെറും മണ്ണിൽ വേണം ഇതുണ്ടാക്കാൻ. അതാണ് ഈ മണ്ണിൽ നിന്നാണ് ഇതിനകത്ത് ബാക്ടീരിയകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാധനം തേരട്ട. പിന്നെ നമ്മുടെ ഈ കമ്പോസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു വചനമുണ്ട്, ലളിതമാണ് സുന്ദരം. എൻ്റെ കൃഷിയിൽ ഞാൻ അത് ആണ് ഞാൻ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. കാരണം എനിക്ക് ഇത് വിറ്റ് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു പൈസയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അത് നമ്മൾ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. പല ആളുകളും എന്നോട് പറയാറുണ്ട് അവരുടെ നാട്ടിൽ ഉണക്കച്ചാണാനേ കിട്ടാനുള്ളത്. ഉണങ്ങിയ ചാണാൻ കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെടികളെ ചുവട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ഈ സ്പോഞ്ച് പോലെ ഈ ചകിരിച്ചോറിൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഗുണങ്ങളൊന്നും അതിനകത്ത് പ്രത്യേകം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചാണകം കിട്ടുന്ന ആളുകളോട് ഞാൻ പറയും, വെറും നിലത്ത് മണ്ണ് നനയ്ക്കുക, അതിൻ്റെ മേലെ ഇടുക, എന്നിട്ട് ഇത് നനച്ചിട്ട് ഇതേയുള്ളൊരു ഷീറ്റ് വെച്ച് മൂടി അങ്ങ് ഇടുക. 45 ദിവസം കൊണ്ട് അതൊരു ഡീകമ്പോസ്റ്റ് ആകും. വേണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം കൊണ്ട് അതൊക്കെ നല്ല കമ്പോസ്റ്റായി മാറും. ഈ ചാണകം ഒരിക്കലും വെയിൽ കൊള്ളാനും പാടില്ല, മഴ കൊള്ളാനും പാടില്ല. ഈ കമ്പോസ്റ്റ് ആണ് പറമ്പിൽ മുഴുവൻ. അതെ അതെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? വാഴയുണ്ട്. പിന്നെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. വാഴയുണ്ട്, കാപ്പിയുണ്ട്, ജാതിയുണ്ട്, തെങ്ങുണ്ട്, പിന്നെ അത് തീറ്റപ്പുല്ലുണ്ട്, കൊക്കോ കണ്ടു, കൊക്കോ ഉണ്ട്, റബ്ബറുണ്ട്. റബ്ബറൊക്കെ എല്ലാവരും വെട്ടി കളയുന്ന കാലമാണല്ലോ. റബ്ബർ നല്ല വില കൂടുതലല്ലേ ഇപ്പോൾ. നിങ്ങൾ ശരിക്കും എങ്ങനെ ഈ ഓർഗാനിക്കിലേക്ക് എത്തിയത്? ഞാനൊരു 25 വർഷത്തോളമായിട്ട് ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൈവ കൃഷിയുടെ ഈ ചെലവ് കാര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പം പുറമേ നിന്ന് സാധനങ്ങൾ വാങ്ങിയെടുക്കും. അപ്പം നമ്മൾ സ്വന്തമായ രീതിയിലൊരു കാര്യം ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ പുറമേ നിന്ന് ഒരു സാധനം, ഇപ്പോൾ എല്ലാവർക്കും കൃഷി നഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ചിലവ് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും അത് നമ്മൾ നഷ്ടത്തിൽ കലാശിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെടികൾക്ക് വേണ്ടുന്നുള്ള സാധനങ്ങൾ, പോഷക സമൃദ്ധമായിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റ് എന്ന സാധനമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളുടെ സ്വഭാവം മൊത്തം മാറി, അതിൻ്റെ വളർച്ച കൂടി, അതിൻ്റെ കായ്ഫലങ്ങൾ, ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴത്തിന് ഒരു പ്രത്യേക ഒരു സുഗന്ധം ഉണ്ടാകും. നമ്മൾ റൂമിനുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ മുഴുവൻ ഇതിൻ്റെ ആ ഒരു സുഗന്ധം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടയുണ്ട്. അവിടെ അവർ എന്നോട് പറഞ്ഞോടും, ഈ വലിയ വാഴക്കൊല ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണം, അവർ എത്ര ഉണ്ടെങ്കിൽ എടുത്തോളാന്ന്. എന്നുവെച്ചാൽ അവർക്കത് നന്നായിട്ട് സെയിലാവുന്നുണ്ട്. ഇത് 1 കിലോ വാങ്ങുന്നവനൊക്കെ 2 കിലോ വാങ്ങി പോകുന്നുണ്ട്. ഇത് ആദ്യം നമ്മളെ അറിയിക്കുന്നത് പക്ഷികളാണ്. ഇപ്പം നമ്മുടെ ഇത് കവർ ചെയ്തിട്ടേക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടു. നമ്മുടെ ഒരു തൃശ്ശൂർകാരനായ വേണുഗോപാൽ സാറ്. അദ്ദേഹം എന്നെ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കവർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വയനാട്ടിലൊക്കെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പ് കയറി കൂടാറുണ്ട്. അപ്പോൾ നമ്മളിത് വെട്ടുന്ന സമയത്ത് കണ്ടമാനം ഉറുമ്പായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുക എലി, അണ്ണാൻ, അങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടി ഇതിനകത്തിരിക്കും. എലി ഉണ്ടെങ്കിൽ പാമ്പ് വരും. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഓർഗാനിക് ആയതുകൊണ്ട് ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിലുള്ള അങ്ങനെയുള്ള സാധനം കയറി ഇരിക്കില്ല. പിന്നെ ഈ കായ്ക്ക് ഒരു പോറലോ ഒരയലോ അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വാഴക്കൊല ഉണ്ടാകുന്നതിന് ചിലവ് 0. പിന്നെ ഈ വാഴേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഈ വാഴ ടിഷ്യൂ കൾച്ചർ തൈകളെ ഞാൻ വെക്കുക. ഇതിൻ്റെ വാഴക്കണ്ണ് ഉപയോഗിക്കുന്ന പരിപാടി നമ്മളില്ല. ആദ്യം ഫസ്റ്റ് ഒരു വാഴ വെച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ആദ്യം ഒരു വാഴ വെച്ചു, അതിനൊരു കൊല ഉണ്ടായി, 45 കിലോ ഉള്ളൊരു കൊല ഉണ്ടായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കണ്ണ് നിർത്തി, 2 കണ്ണായിരുന്നു നിർത്തിയിരുന്നത്. അതും ഇത് ഏകദേശം ഒരു 40നോട് അടുത്തുള്ള 2 കൊലകൾ എനിക്ക് വാഴക്കൊലകൾ കിട്ടി. പിന്നെ ഇത് 3ാമത്തെ തലമുറയാണ്. 3ാമത്തെ തലമുറ ഇതുപോലെ 3. ഇപ്പോൾ ഇവിടെ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. 3 കൊലകളുണ്ടായി. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കണം. അങ്ങനെ നമുക്ക് ഒരു 4 തലമുറ വരെ പോവാം. എന്നിട്ട് അതിനുശേഷം ഇത് വെട്ടിപ്പറിച്ച് കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ തൈകൾ നമുക്ക് കിട്ടുമ്പോൾ സമയത്ത് ഞാൻ വാങ്ങി ഇവിടെ വെക്കും. എന്നിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സ്വന്തമല്ലേ പണിയെടുക്കുന്നത്. ചിലപ്പോൾ ഒരു വാഴക്കണ്ണ് നടാൻ, ചിലപ്പോൾ ഒരു തൈ നടാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇന്ന് നടും,
ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും 2 നടുന്നത്. അങ്ങനെ നട്ട് ഈ പണികളെല്ലാം മെല്ലെ തിന്നാൽ പനിയും തിന്നാം എന്നുള്ള. ഇത് തന്നെയാണ് അല്ലേ? അതെ, ആ വളം തന്നെ. ഈ റംബൂട്ടാൻ, പുതിയ ടൈപ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് മാറുകയാണോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് റംബൂട്ടാൻ എന്തായാലും ചെയ്യും. ഇത് മഞ്ഞയാണ് അല്ലേ? അതെ, മഞ്ഞ നാടനാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മള് ഇതിന്റെ കായ് മുളപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അവിടെ ഈ ഹൈറ്റ് വരുമ്പോഴത്തേക്കും ഇതിന്റെ കൂമ്പങ്ങ് നുള്ളിക്കളയും. എന്നിട്ട് ഇതുപോലെ ശിഖരങ്ങൾ വരും. ഈ ശിഖരങ്ങളെ എന്ത് ചെയ്യും? കല്ല് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വളച്ച് നിർത്തിക്കും. അത് ഇങ്ങനെ പടർത്തി നിർത്തും. ഇപ്പൊ ഇതിപ്പോ നെറ്റിടാൻ വളരെ സുഖമാണ്. ഇത് സെന്റർ കയറിയിട്ട് മേലെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അതിന് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നെറ്റിട്ടില്ലെങ്കിൽ ഒറ്റൊന്നും കിട്ടൂല, എല്ലാം കൊണ്ടുപോകും. കൊടംപുളി നിങ്ങൾ എന്താ ചെയ്യുക? കൊടംപുളി നമുക്ക് എല്ലാ ദിവസവും അത് അതിന്റെ ചോട്ടിൽ ചാടുമ്പോൾ അത് പറക്കിയെടുത്ത് പൊട്ടിച്ച് ഉണങ്ങും. കൊടംപുളിക്കൊക്കെ നല്ല ഡിമാൻഡ് ആണല്ലേ? കൊടംപുളിക്ക് ഇവിടെ ഒരല്പം ഡിമാൻഡ് ഇപ്പൊ കുറവാ, വയനാടായതുകൊണ്ട്. വയനാടായതുകൊണ്ട്. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഓൺലൈനിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഓൺലൈനാണ് വിറ്റത്. അത് നല്ലൊരു പൈസക്ക് ഒരു പത്തനംതിട്ടക്കാരൻ എടുത്ത് ഞാൻ ഇവിടുന്ന് പാർസൽ അയച്ചു കൊടുത്തു. പണ്ടത്തെ പോലെ ഇനിയിപ്പോ ഒരു അപ്പുറത്തുള്ള ഒരു 10 കച്ചവടക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാലമല്ല. അതെ. നമുക്ക് ഇവിടുന്ന് സാധനം ശരിക്കും പാർസൽ ചെയ്യുക, നമ്മുടെ വിലയായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അയച്ചു കൊടുത്തേക്കുക. വൃത്തിയിൽ അവിടെ എത്തിക്കുക, ഗ്യാരണ്ടി വേണ്ടു. അതെ. എല്ലാ വർഷവും എല്ലാ സമയത്തും എന്തെങ്കിലും സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും ഈ 2 ഏക്കറിൽ നിന്ന് അല്ലേ? അപ്പം ഒരു മാർക്കറ്റിലേക്ക് നിരന്തരമായിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും, നിരന്തരമായിട്ട് എന്തെങ്കിലും ഇൻകം കിട്ടും. അതെ അല്ലേ? എനിക്കിവിടെ വാഴക്കൊല വെട്ടി വിട്ടിട്ട് തന്നെ നല്ല വരുമാനമുണ്ട്. ഇത് ഇപ്പം ജാതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി അല്ല, അപ്പുറത്തെ. ഇപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുവട്ടില് കാട് വരുന്നുണ്ട്. മിക്കവാറും ആൾക്കാരുടെ സംശയമാണ് ഈ കാടിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് വളം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജാതിക്ക് കിട്ടുന്നു. ഇതിന്റെ ചുവട്ടിൽ ഇട്ടിരിക്കുന്ന വളം നോക്കിയോ, നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ള വളം അതാ. അപ്പോൾ ഈ വളം ഇങ്ങനെ ഇടും, ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ പൊതയിടും. സാധാരണ പൊതയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ പൊതയങ്ങിട്ട് ഇപ്പൊ വാഴേന്റെ ഇല ഉപയോഗിക്കണമെന്നില്ല, വേറെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വാഴയില അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് അത് കിട്ടും. പണ്ട് ഇതിന്റെ മൂട് തുറന്ന് അതിലേക്ക് വീണ്ടും ഇതിട്ട് അത് വീണ്ടും മൂട്, അങ്ങനത്തെ പണി ഇത് വേണ്ട. അതൊന്നും വേണ്ട, ഏത് സാധനമാണെങ്കിലും. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഇതൊക്കെ വളം ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ തെങ്ങിന് മതി. പിന്നെ പറയാം, എന്റെ പറമ്പിൽ കാട് വളർച്ച കൂടുതലാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് പുല്ല് മുറിച്ച് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിറയെ മണ്ണരയുണ്ട്. മണ്ണരയുണ്ട്. ഈ പുല്ല് വല്ലാതെ വളരും. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്, എന്റെ പശുക്കൾ ആഗ്രഹിക്കുന്നതും അതാണ്. ഇഷ്ടംപോലെ പുല്ലുണ്ടാവും. ആകെ ജോണേട്ടനും അമ്പിളി ചേച്ചി മാത്രം ആണ് ഈ മൊത്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പണിയുള്ളൂ. നമ്മൾ ചെയ്യാനുള്ള പണികൾ ചെയ്യും, ബാക്കി അവിടെ ഇട്ടും. ഇനിയിപ്പോൾ അത് പണിക്കാരെ വെച്ച് ചെയ്യുന്ന പരിപാടിയില്ല. ചോളം കൊള്ളാല്ലേ? ഒരു നല്ല മധുരം, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു. ഇടവക പഞ്ചായത്തില് ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? പ്രകൃതി കൃഷിയൊക്കെ അല്ലെങ്കിലും കൃഷി വകുപ്പ് ഗംഭീരമായിട്ട് ഇപ്പോൾ നടത്തുന്ന കാലമാണ്. ഇടവക പഞ്ചായത്തിൽ നമ്മളിപ്പം NMNF എന്നുള്ള സ്കീമുണ്ട്. ഇപ്പം സെൻട്രൽ സ്കീമാണ്. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഫാർമർ, ഞാനിപ്പോൾ ഇടവയിൽ വന്നിട്ട് 1.5 വർഷമായത്. അതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തെ എനിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കൃഷി രീതി നമ്മൾ ആകർഷിക്കപ്പെട്ടത്, ഇദ്ദേഹം ഒരു 24 ഇയറായിട്ട് ഓർഗാനിക് ഫാമറാണ്. 25 വർഷമായിട്ട് സർട്ടിഫൈഡ് ഫാമറായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് ഇദ്ദേഹം ഓർഗാനിക് ഫാമിംഗിൽ നിന്ന് മാറി നാച്ചുറൽ ഫാമിങ്ങിലേക്ക് ഇദ്ദേഹം മാറി. പുറത്തുനിന്നുള്ള ഒരു സാധനങ്ങളും ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ഫാമിംഗ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ വളം സബ്സിഡി ഒക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിനി വെറുതെ ഇടാനുള്ള പരിപാടിയാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അത് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് 25 ഹെക്ടറിന്റെ ക്ലസ്റ്ററാണ് ഇപ്പോൾ 120 കൃഷിക്കാർ. അങ്ങനെ ക്ലസ്റ്റർ ഇപ്പം ഫോം ചെയ്ത് ആ കൃഷിക്കാർക്ക് അനുബന്ധമായ പരിശീലന പരിപാടികൾ, മറ്റുള്ള ഇൻപുട്സ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു പ്രകൃതി കൃഷി പ്രോത്സാഹനത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാളെ ഇവിടെ തന്നെ കിട്ടി. അല്ല, ക്ലാസ് ഇദ്ദേഹം നമ്മുടെ ഒരു ഫാമറാണ്. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവ് കണ്ടിട്ടാണ് കഴിഞ്ഞ വർഷം മണികണ്ഠ പുരസ്കാരം കൊടുത്തത് ജോണേട്ടനാണ്.
അദ്ദേഹം നന്നായി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. കാരണം സ്റ്റഡിയാണ്. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഓരോ ക്രോപ്പ് കണ്ടാലും നമ്മൾ സാധാരണ ക്രോപ്പിൻ്റെ വളർച്ചയല്ല എന്നുള്ളത്. ഒരു വാഴേൻ്റെ ഒരു അടിവണ്ണാണെങ്കിലും ജാതിയുടെ ഉൽപ്പാദനം ആണെങ്കിലും റംബൂട്ടാനാണെങ്കിലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർഗാനിക് ഫാമിങ് അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിങ് മറ്റുള്ള പുറത്തുനിന്ന് ഒരു സാധനം ഇദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് വരുന്നില്ല. പെട്ടെന്ന് കുറഞ്ഞ വിളവിൽ കൂടുതൽ ഉൽപ്പാദനം എന്നുള്ളതാണ് ഫാമേഴ്സ്. പെട്ടെന്ന് വരുമാനം ലഭിക്കാനുള്ള കർഷക താല്പര്യം അറിയാലോ. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ദീർഘകാലത്തേക്ക് പ്രകൃതിക്കും കൂടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നു. ദീർഘകാലത്തേക്കുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ക്ലസ്റ്ററിൽ ഇദ്ദേഹം ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പല മീറ്റിങ്ങുകളിൽ ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ് വിജ്ഞാന വ്യാപനം. അതാണ് ഏറ്റവും ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ജോണിൻ്റെ അടുത്ത് നിന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും കുടുംബവും. അമ്പിളി ചേച്ചി പറഞ്ഞു ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു കഴിക്കണേനൊക്കെ. ശരിയാ, ഇതന്നെ നമ്മൾ അതവരുടെ സ്നേഹം കൊണ്ടാണ്. ഇവിടെ മാത്രമല്ലേ വളമുണ്ട് വ്യത്യാസത്തിന്റെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് മാധ്യമത്തെ കൂടി മറ്റുള്ള കൃഷിക്കാർക്ക് ഒരു മാതൃകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയുടെ ഓളോവർ മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പോയിസണായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഒരു കാഞ്ഞിര മരമുണ്ട്, അതിൻ്റെ ഇല തൊലി അങ്ങനെയുള്ള സാധനമാണ് ഞാൻ ഉപയോഗിക്കുക. ഒരു കാഞ്ഞിര മരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചായത്തിലെ മൊത്തം പുഴുക്കളെയും കൊല്ലാൻ കഴിയും. അത്രയ്ക്കും പോയിസണായി സാധനം. പിന്നെ അത് ശുദ്ധീകരിച്ചിട്ടാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല തൊലി അങ്ങനെയുള്ള സാധനമൊക്കെ ഇടിച്ച് ചതച്ചിട്ട് ഒരു 10 ലിറ്റർ പശുവിൻ മൂത്രത്തിലിട്ട് വെക്കും. പശു മൂത്രത്തിലിട്ട് ഏകദേശം ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും, ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് എടുത്ത് അരിച്ച് അങ്ങെടുക്കും. എടുത്ത് അതിൻ്റെ കൂടെ ഒരു 10 ലിറ്റർ വെള്ളം കൂടി അങ്ങ് ചേർക്കും. 9 ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ ശരിക്കുള്ള കോമ്പിനേഷൻ. പക്ഷേ നമുക്ക് പച്ചക്കറികൾ അങ്ങനെയുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചെടികളുണ്ടല്ലോ, അതിനൊക്കെ ഈ പശുവിൻ മൂത്രമായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇരട്ടി വെള്ളം ചേർക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങനെ ലേശം കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. എന്നിട്ട് ഈ സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അങ്ങനെയുള്ളൊരു കീടങ്ങളും വരില്ല. അതാണ് ഇവിടെ കീടനാശിനി. അതാണ് കീടനാശിനി അന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഓരോ ചെടികളും അവരുടെ വളർച്ച അനുസരിച്ച് ഈ കീടങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് എല്ലാ ചെടികൾക്കും പ്രതിരോധശേഷി ഉണ്ട്. അത് വെച്ചിട്ട് അത് ചെയ്തോളും. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സീറോ ബജറ്റ് കൃഷി, വള്ളിയൂർക്കാവിൽ നിന്ന് ജോണേട്ടൻ സ്പെഷ്യൽ. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.